ഓറഞ്ച് വാങ്ങട്ടെ? നീ കഴിക്കേണ്ടി വാങ്ങാം. വേണ്ട. നീ എത്ര പിണങ്ങിയിട്ടും കാര്യമില്ല. ആ ചോക്ലേറ്റ് ഞാനിപ്പോ വാങ്ങിച്ചു തരില്ല. ആ ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട്സാ. അന്ന് ഉദ്ദേശിക്കുന്ന ചോക്ലേറ്റ് പോലല്ല. ഒരു കിലോ ഓറഞ്ച് എടുത്തു. ഓർക്കും. ഏത് ഓർക്കും? കേസിന്റെ കാര്യത്തിലാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് കാണും. ഞാൻ ഓഫീസിലുണ്ടാവും. എന്നെ കാണാൻ ഇവിടെ? അതല്ലേ പറഞ്ഞത്. വരൂ, ഓർത്ത് കാണുന്നു. ഞാൻ GM ബിൽഡേഴ്സിന്റെ ഞാൻ നേരിട്ട് വന്നത് അതിന്റെ ഗൗരവം കണക്കെടുക്കാം. നിങ്ങൾക്കെന്നെ അറിയില്ല. അഡ്വക്കേറ്റ് സേതുനാഥൻ എന്നൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. കേസ് വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഔട്ട് ഓഫ് ദ കോൾ 50 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്യാം. ഡിഡിയോ, ചെക്കോ, അക്കൗണ്ട് ട്രാൻസ്ഫറോ എന്താണെങ്കിലും വിരോധമില്ല. ക്യാഷ് പറ്റില്ല. കണ്ടാൽ ഞാനൊരു സാത്വികനാണെങ്കിൽ അങ്ങനെയല്ല. ഈ അധോലോകം എന്ന് പറയുന്നത് ബോളിവുഡിലും മുംബൈയിലും മാത്രമല്ല, കൊച്ചിയിലും. അതേതായാലും നന്നായി. ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സോറി പറയാനല്ല. കാര്യം സോറി പറയാനല്ല, സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വലിയ ആവേശം ഒന്നും പാടില്ലെന്ന് ഉപദേശിക്കാനായിരുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അപ്പൊ ശരി. പെണ്ണെന്നും പെണ്ണ് ശരി, അവളായാലും ശരി, നമ്മളെ കൊണ്ടാവില്ല. നീ ബാക്കിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്കാൻ, നീ ചൊക്കയിലെ പെണ്ണുങ്ങളെ കണ്ടില്ലെങ്കിൽ ഇവിടെ വന്ന് പോകും. അധോലോകം ബോളിവുഡിലും മുംബൈയിലും മാത്രമല്ല, കൊച്ചിയിലും ഉണ്ട്. അതാണ് കാര്യം. കൂടുതലായി ഒരു ചോക്ലേറ്റും പുസ്തകന്മാർ അതിനകത്ത് വല്ലതും വച്ചിട്ടുണ്ടോ നടത്തറിയോ? ഒന്നുമില്ല, അന്ന് വെറുതെ പറയാം. നല്ല ചോക്ലേറ്റ്. അതൊന്നും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ടാൻ പറ്റുന്ന ടീമുകളല്ല. കാലം കൊടുക്കുക. നിങ്ങളെ പെൺകുട്ടിയായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന തോന്നുവാണ്. അതൊന്നും സാരമില്ലെന്നേ. ആ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ വല്ലാരത്തെ കണ്ടത്. എന്താണെന്നറിയില്ല, വലിയ ആശ്വാസം തോന്നി. ഒരു ബന്ധുവിനെയോ ഫ്രണ്ടിനെയോ ഒക്കെ കണ്ടതുപോലെ. അയാൾക്ക് ഒരു ചന്ദനക്കുറിയും പറ്റിയൊരു പേരും വിനീതം പിള്ള. അവനെ ഞാൻ എവിടെയോ കണ്ടു. അവനാളെ ശരിയല്ലേ? പാവം, കണ്ടാലറിയാം ഒരു സാധു. എന്ത് ചന്ദ്രമായ ഈ ഒരു ഒറ്റ കുഴപ്പമോ? ഏതെങ്കിലും ഒരു ചാനലിൽ തന്നെ വെച്ച് എന്റെ റോസിമോൾ ഒരു ദിവസം വെച്ചു. മാതൻ ഇവിടെ തന്നെയാണ് താമസം. കഴിഞ്ഞ 2-3-4 ലക്ഷ്മിയെടുത്ത് പോയ പിന്നെ ഇങ്ങോട്ടേക്ക് വരാനേ ഇല്ല. അല്ലെങ്കിൽ ഗേറ്റ് വരെ എന്തായാലും വരും. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് പിക്കപ്പ് ചെയ്യാൻ, വൈകിട്ട് ഡ്രോപ്പ് ചെയ്യാൻ. ലക്ഷ്മിയെടുത്ത് ഇല്ലെന്ന് തോന്നുന്നേ ഇല്ല. മരിച്ചിട്ടിപ്പോ 8 വർഷമായില്ലേ. ഒന്നിനും ഒരു മാറ്റമില്ലല്ലോ. എന്റെ ഫേവറേറ്റ് സിംഗറിന്റെ പാട്ടാണ്. ഉച്ചയ്ക്ക് പാട്ട് കേട്ടോണ്ട് നിൽക്കാണോ? ഊണൊക്കെ കഴിച്ചോ? ഉണ്ടാക്കിയില്ലേ? ഇനിയെപ്പോഴും മാറ്റം പെട്ടെന്ന് ഉണ്ടാക്കും. യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ഒക്കെയാണ്. ബോക്സിംഗ് ഒക്കെ പോട്ടെ,
പാലാവാടി വരുന്നവരുടെ മുഖത്തിട്ട് കൊടുത്തോട്ടെ. നാട്ടുകാരെ പിള്ളേർ വെറുതെ വിടുമല്ലോ എന്നാ ലക്ഷ്മിയെടുത്ത് പറയാറ്. കുറിയും കത്തിൽ നടത്തുവെന്റെ തോന്നില്ല. കൊച്ചിലെ ഇതിന് ദേഷ്യം വന്നാൽ ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണോ മുപ്പോ എന്തായാലും പോകും. ചന്ദനം തൊട്ട തണുപ്പല്ലേ, കോപം ഒത്തിരി തണുത്തെടുത്തൊന്ന് ജോലിസിന് പറഞ്ഞിട്ട് ലക്ഷ്മിയെടുത്ത് തൊട്ടുകൊടുത്തതാണ്. അമ്മ ഒരു ചെറിയ ചന്ദനത്തിൽ കാലത്ത് തുടച്ചെടുത്തു. നെറ്റിയെ തൊട്ട് തരുമ്പോൾ നല്ല തണുപ്പാണ്. അമ്മ തരുന്ന സ്നേഹം ഇപ്പൊ തൊടുന്ന ചന്ദനൊന്നുമല്ല, വേറെന്താ പറയാ, അത് മാത്രമേ ഉള്ളൂ. തണുപ്പ് അതുകൊട്ടെ ഞങ്ങൾ എന്തിനാ വന്നതെന്ന് ഊഹിച്ചിട്ട്. എന്നാൽ നാളത്തെ ഓഫീസിലേക്ക് വരണം. വിനീതിന് വനിതാരത്നത്തിന് ആവശ്യമുണ്ട്. അഡ്വക്കേറ്റ് മീറ്റിന് ഇന്റർവ്യൂ കിട്ടാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് വേറെ പ്രോജക്റ്റ് എടുക്കും. അതിനുള്ള ടൈം interesting story. Why did you change your style? It might be wonder. ഈ കുറിയൊക്കെ ഒന്ന് മാറ്റി ഒരു മ്യൂസിക്. എനിക്കിത് പറയാമെന്ന് ആയിരുന്നു. അങ്ങനത്തെ കുറി നിൽക്കുന്നത് മനസ്സിലായി. അല്ലെങ്കിൽ ദൈവത്തെ ഈ കുറി ഇഷ്ടമായിരുന്നു. ഞാനത് അവർ തമാശയായിട്ട് പറഞ്ഞതേ കരുതിയുള്ളൂ. ഒന്ന് മാറ്റി നോക്കാം, വേറെ തന്ത്രങ്ങൾ പറ്റാം. എന്നാൽ ഈ കുറിക്ക് എന്താ അഭിപ്രായമാണ്? എന്റെ ഫേവറേറ്റ് സോങ്. അപ്പൊ നമുക്ക് പോവാം. പേരിന് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? ശരി. എവിടെയും ഒഴിഞ്ഞു നോക്കാവുന്നതല്ല. അതുവഴി ദീപെ കാണാവുന്നതാണ്. അവരവിടെ ഉണ്ടോ? क्या चाहिए? मैडम नहीं है, बच्ची को स्कूल से लेने के बाद आएगा, शाम को आएगा तो मिल सकता है। अब मिल सकता है। हाय पहचान Good evening.